ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വളരെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനും ടാഗ്സും പിന്നെ അതുപോലെ ടൈറ്റിലും തംബ്നെയിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഷോർട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ യൂട്യൂബ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോർട്സ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പം ആ ഓപ്ഷനകത്ത് നമുക്ക് ആഡ് എന്ന് പറയുന്ന സൈഡിൽ കിടക്കുന്ന അതിലേക്ക് എടുക്കുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗാലറിയിലോട്ട് ഓപ്പൺ ആകും. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൽ അടിപൊളി ഒരു വീഡിയോ ഉണ്ട്, അപ്പം അതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പം ഇതാണ് വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ മുകളിലത്തെ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സോങ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സൗണ്ട് ബട്ടൺ എടുത്തിട്ട് നിങ്ങളുടെ സൗണ്ടും ആ പാട്ടിൻ്റെ സൗണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടുന്നതനുസരിച്ച്. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ടെക്സ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബർ എന്നാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ട് സെറ്റ് ചെയ്യുക എവിടെ നമുക്ക് വേണമെന്ന് വെച്ചാൽ. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഫിൽറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിലേക്ക് പോവാം. ഇനി ഇതിന് അനുയോജ്യമായ ഒരു ക്യാപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോൾ ഞാനിവിടെ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. അതിന് ശേഷം 2-3 ഇമോജി കൊടുത്തു. പിന്നെ നമുക്ക് ഹാഷ് ടാഗ് ഇട്ടിട്ട് കുറച്ച് ഷോർട്സ്, പിന്നെ ഹാഷ് ടാഗ് നമ്മുടെ ചാനലിൻ്റെ പേര്, പിന്നെ ഹാഷ് ടാഗ് എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഹാഷ് ടാഗ് അൺബോക്സിങ്. നമ്മുടെ വീഡിയോക്കനുസരിച്ചും ഒക്കെ നമ്മൾ കുറച്ച് ഹാഷ് ടാഗ് കുറച്ച് സംഭവങ്ങൾ കൊടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ഹാഷ് ടാഗ് ഇട്ടിട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റർ വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആക്കി തന്നെ വെക്കുക. പബ്ലിക് ആക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആക്കുന്നത്. സെലക്ട് ഓഡിയൻസ് നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക നിങ്ങൾ കറക്റ്റായിട്ട്. അതിനുശേഷം താഴെ വന്ന് പെയ്ഡ് പ്രൊമോഷൻ നോ കൊടുക്കുക, നമ്മളൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നില്ല. പിന്നെ കമൻ്റ് എല്ലാം ഓണാണ്. അലോ ഓൺലി ഓഡിയോ റീമിക്സ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസ് നോ കൊടുക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ആ പെൻ ബട്ടൺ, ആ വീഡിയോയുടെ മുകളിൽ കാണുന്ന പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പോർഷൻ നമുക്ക് തംബ്നെയിലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. നോ വ്യൂസ് ആണ്, അൺലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരുമ്പോൾ താഴത്തെ കണ്ടൻറ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത അൺബോക്സിങ് വീഡിയോയുടെ ഷോർട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആ മുകളിൽ കാണുന്ന പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ വന്ന പോലെ കുറച്ച് ഓപ്ഷൻസ് വരും. ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് ആ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഹാഷ് ടാഗ്സ് കൊടുക്കാം. നമ്മൾ ടൈറ്റിൽ കൊടുത്ത കണക്ക് ഷോർട്സ് എന്നും ചാനലിൻ്റെ പേര്, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ അൺബോക്സിങ്, പിന്നെ വാച്ച്, കാൽക്കുലേറ്റർ. അതിൻ്റെ വീഡിയോ ആണ് വാച്ച് കാൽക്കുലേറ്ററിന് കൊടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോ എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് ഹാഷ് ടാഗ്സ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് ശേഷം
നമുക്ക് അടുത്ത് കൊടുക്കാൻ പോകേണ്ടത് ആഡ് ടാഗ്സ് ആണ്. ഇവിടെയും അത് കണക്ക് തന്നെ ആഡ് ടാഗ്സ് നമുക്ക് ഷോർട്സ് എന്തെങ്കിലും ഓരോ സെപ്പറേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഷോർട്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര്, അങ്ങനെ അൺബോക്സിങ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഹാഷ് ടാഗ് ആയാലും ഡിസ്ക്രിപ്ഷനായാലും ടൈറ്റിലായാലും കൊടുക്കേണ്ടത്. ഓക്കെ, കൊടുത്തതിന് നിങ്ങളിതെല്ലാം കൃത്യം ആ വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ട്രെൻഡെന്നോ ന്യൂവെന്നോ എൻ്റർടൈൻമെൻറ്റെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എല്ലാം നിങ്ങളൊന്ന് കറക്റ്റായിട്ടും ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നിങ്ങളത് അൺലിസ്റ്റ് മാറ്റി പബ്ലിക് ആക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് സേവ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ട് ആ അൺലിസ്റ്റ് മാറി കറക്റ്റ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം വീഡിയോ സേവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പുതിയ ചാനൽ തുടങ്ങിയ യൂട്യൂബേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഇതുപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന നല്ല വ്യൂവേഴ്സിനെയും നല്ല ലൈക്കൊക്കെ നിങ്ങൾക്ക് ഈ ഷോർട്സിന് കിട്ടും. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യുക.